അങ്ങനെ ചെയ്തവരൊന്നും തെറ്റുകാരെന്നല്ല ഞാൻ പറയുന്നത്. എന്നെ സംബന്ധിച്ച് എനിക്കതിനോട് താല്പര്യമില്ല. നാളെ ഒരു സമയം അതിന് അവകാശം പറഞ്ഞ് മറ്റാരെങ്കിലും വന്നാ അതൊരു തീരാ വേദനയായി മാറില്ലേ? നമ്മുടെ മോളെ എടുക്കാനും ലാളിക്കാനും പറ്റാത്തത് തന്നെ എന്നെ കൊണ്ട് സഹിക്കാൻ പറ്റുന്നില്ല. അപ്പൊ സ്വന്തമായിട്ട് വളർത്തി നമ്മുടേതാണെന്ന് മനസ്സിൽ ഉറപ്പിച്ച് വിശ്വസിച്ചിട്ട് പിന്നീട് അകലേണ്ടി വന്ന ആ അവസ്ഥ എനിക്ക് ആലോചിക്കാൻ കൂടി വയ്യ. എന്റെ സച്ചേട്ടനിൽ ഈശ്വരൻ എനിക്ക് തരും ഒരു കുഞ്ഞിനെ. 10 മാസം ചുമന്ന് ഞാനതിനെ പ്രസവിക്കുകയും ചെയ്യും. അങ്ങനെ തരാതിരിക്കാനും മാത്രം ഞാൻ ഈശ്വരന് മുമ്പിൽ ഒരു തരത്തിലും ഒരു തെറ്റും ചെയ്തിട്ടില്ല. അതാരെക്കാളും നന്നായി ഈശ്വരൻ. തോന്നും. അതുകൊണ്ട് താനൊന്നും പറയണ്ട. പൈസ വേണം, അതല്ലേ തനിക്ക് പറയാനുള്ളത്. തന്റെ ആ മേടെന്നുള്ള വിളി തന്നെ എനിക്കത് മനസ്സിലായി. തൽക്കാലം പൈസ തരാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ മാഡം? ഇവിടെ നിന്ന് മാസം കിട്ടുന്നത് പലിശയും കൊടുത്ത് വീട്ടിൽ ചെലവിനുള്ള സാധനങ്ങൾ വാങ്ങുമ്പോഴേക്കും തീരും. കുഞ്ഞിന് പൗഡർ വാങ്ങാൻ പോലും കയ്യിൽ കാശുണ്ടാവില്ല. എന്റേതല്ലെങ്കിലും അവിടെ ഉള്ളത് ഒരു കുഞ്ഞല്ലേ, അതിനും ചെലവുകളില്ലേ? അതെന്താ തന്റെ കൊച്ചിന് ഇത്രയും ചെലവ്? ഇതിപ്പോ ഇവിടെ ഉള്ളതായാലും അവിടെ ഉള്ളതായാലും എല്ലാം ഒരുപോലെ തന്നെയല്ലേ? കൊച്ചിനെ മാറ്റിയില്ലായിരുന്നെങ്കിൽ താൻ എങ്ങനെ ഈ കാര്യങ്ങളൊക്കെ നോക്കുമായിരുന്നു? അപ്പൊ അതല്ല കാര്യം. തനിക്ക് കാശാണ് ആവശ്യം. ഞാനിങ്ങനെ ഒരു കാര്യം ചെയ്യിച്ചതുകൊണ്ട് തനിക്കറിയാം എന്റെ കയ്യിൽ നിന്ന് കിട്ടും അല്ലേ? ചെലവിന് കൊടുക്കാൻ പറ്റാത്തവൻ ഇതിനൊന്നും നിൽക്കരുത്. ഇത് ഈ രീതിയിലല്ല പറയേണ്ടത്. മാഡം, ഇവിടത്തെ എന്റെ കുഞ്ഞ് അനുഭവിക്കുന്നത് കാണുമ്പോ എനിക്ക് സന്തോഷം തന്നെയാ. എങ്കിലും അതും ഒരു കുഞ്ഞല്ലേ. ഇത്രയൊക്കെ സൗകര്യങ്ങൾ കിട്ടിയില്ലെങ്കിലും കുറച്ചെങ്കിലും അതിനും കിട്ടണ്ടേ? നെല്ലിശ്ശേരിയിലെ സൗകര്യങ്ങളായിട്ടാണോ താൻ താരതമ്യം ചെയ്യുന്നത്? തനിഷ് ചെയ്തതും അത് തന്നെയല്ലേ? അച്ഛനെ നമുക്ക് പറഞ്ഞു ബോധ്യപ്പെടുത്താവുന്നതേ ഉള്ളൂ. മാത്രമല്ല സ്നേഹയെ കണ്ടില്ലാന്ന് നടിക്കാനാവില്ല. നന്ദം പേടിക്കണ്ട. സ്നേഹയെ വിളിച്ചോണ്ട് പോവാൻ ധനുഷ് ഒരിക്കലും ഇവിടേക്ക് വരില്ല. അത് തടയണമെന്നാ എന്റെ മനസ്സിലും. അതെങ്ങനെയെന്ന് മാത്രമാണ് ഞാൻ ആലോചിക്കുന്നത്. ആ, എല്ലാം വരുന്നത് പോലെ വരട്ടെ. ഒരു അന്തവും കുന്തവും ഇല്ലാത്ത ഈ കാര്യത്തെപ്പറ്റി കൂടുതൽ ആലോചിക്കാതിരിക്കുന്നതാണ് നല്ലത്. 2 ദിവസത്തിനകം എല്ലാം കലങ്ങി തെളിയല്ലോ. ആ, എന്നാ ഞാൻ ഇറങ്ങട്ടെ സന്ധ്യ. ഞാൻ തന്നെ വിളിക്കാം. ശരി. പിന്നെ പറ്റാതെ നമുക്ക് വേഗം സ്റ്റാർട്ട് ചെയ്യാം. എന്നിട്ട് ആതിരയുടെ കുഞ്ഞിനെ ആതിരയുടെ കയ്യിൽ കൊടുത്തിട്ട് സ്വന്തം കുഞ്ഞിനെ ലാളിക്കാലോ. അപ്പോ അതിനെ നോക്കരുതെന്നും തുടരുതെന്നും തന്നെ ആരും വിലക്കില്ലല്ലോ. എനിക്ക് സച്ചേട്ടനും ഇനിയൊരു കുഞ്ഞ് വന്നാലും ഞങ്ങളുടെ ആദ്യത്തെ മോള് ഇത് തന്നെയല്ലേ ഡോക്ടർ? അവൾ കഴിഞ്ഞിട്ടേ ഇനി ആരും ഉള്ളൂ. ആ മനോഭാവം നല്ലതാ. പക്ഷേ അതിൽ നിയന്ത്രണം വേണമെന്നേ ഞാൻ പറയും. അർച്ചനയ്ക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാവാൻ വൈകുന്നതുകൊണ്ട് മറ്റുള്ള കുഞ്ഞുങ്ങളെ കാണുമ്പോൾ കൂടുതൽ സ്നേഹവും അവരെ എടുത്ത് ലാളിക്കാനും ഒക്കെ ആഗ്രഹം തോന്നും. അത് സ്വാഭാവികമാണ്. ഇതൊക്കെ അർച്ചന അറിയാതെ ചെയ്യുന്നതാണെങ്കിൽ പോലും മറ്റുള്ളവർക്ക് അതങ്ങനെ തോന്നണമെന്നില്ല. ആതിരയുടെ കുഞ്ഞിനെ അടുത്ത് കിട്ടുമ്പോഴൊക്കെ അർച്ചന ഒരു അമ്മയായിട്ട് മാറാറുണ്ട് പലപ്പോഴും. കുഞ്ഞിനും
ഒരമ്മയുടെ സ്നേഹവും പരിചരണവും കൂടുതലായിട്ട് അനുഭവപ്പെടുന്നത് സ്വാഭാവികമായും അർച്ചനയിൽ നിന്നാവും. അത് പിന്നീട് ചിലപ്പോ വേറെ രീതിയിലൊക്കെ ബാധിച്ചെന്ന് വരും. അങ്ങനെ വരാതിരിക്കാൻ ഇപ്പൊ തന്നെ ഒരു അകലം പാലിക്കുന്നത് എന്തുകൊണ്ടും നല്ലതാ. അതോ അതിന് പിന്നിൽ എന്നോട് പോലും പറയാൻ പറ്റാത്ത മറ്റെന്തെങ്കിലും ഉദ്ദേശമുണ്ടോ? അന്ന് ജയിലിൽ വെച്ച് ഡോക്ടർ ഖാദറിനെ അപകടപ്പെടുത്തിയത് അവനാണെന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ വീണ്ടും വീണ്ടും സംശയിച്ചു പോകുന്നു. അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ എന്തിനും ഞാൻ ഡോക്ടറുടെ കൂടെ തന്നെ നിൽക്കും. അത് ഞാൻ ഡോക്ടർക്ക് മുന്നേ തന്ന വാക്കാം. അങ്ങനെ പ്രതികാരം ചെയ്യാനുള്ള മനസ്സൊന്നും എനിക്കിപ്പോ ഇല്ല അർച്ചന. അന്നായിരുന്നേ ചിലപ്പോ ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യുമായിരുന്നു. ഇപ്പൊ അങ്ങനെയൊന്നും മനസ്സിലേ ഇല്ല. അവനങ്ങനെ പറഞ്ഞെന്ന് വെച്ച് അവൻ തന്നെ ആവണമെന്നൊന്നും ഞാൻ കരുതുന്നില്ല. അവനും ഇക്കയും തമ്മില് യാതൊരു ബന്ധമില്ലെന്ന് എനിക്ക് നന്നായിട്ടറിയാം. അവനെ കൊണ്ട് മറ്റാരെങ്കിലും ചെയ്യിച്ചതാണോ എന്ന് അറിഞ്ഞാൽ മാത്രം മതി എനിക്ക്. അങ്ങനെ ചെയ്യിച്ചതാണെങ്കിൽ അതാരാണെന്ന് ഞാൻ അർച്ചനയ്ക്ക് പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ. അവന്റെ കൂടെ അതിന് കൂട്ടായി നിന്ന ആളുടെ പേര് അവന്റെ നാവ് കൊണ്ടെന്നെ പറയിക്കണോ എനിക്ക്? അതിന് ഞാൻ എത്ര നാൾ വേണമെങ്കിലും കാത്തിരുന്നോളാം. അന്ന് ഞാൻ ശരിക്കും പോയത് നന്ദൻ വിളിച്ചിട്ട് തന്നെയാ. അതിലർച്ചനയ്ക്ക് മറ്റു സംശയങ്ങളൊന്നും വേണ്ട. എന്നാ ഞാൻ ഇറങ്ങട്ടെ. നിങ്ങൾ സമയം പോലെ ഹോസ്പിറ്റലിലേക്ക് വാ. നമുക്ക് ബാക്കി ട്രീറ്റ്മെന്റിനെ പറ്റി സംസാരിക്കാം.